രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ ബൃഹത്തായ ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 3. ലോകം ഉറ്റുനോക്കിയപ്പോൾ ഭാരതം സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തിറങ്ങി. ലാൻഡറിൽ നിന്ന് റോവർ ഇറങ്ങിയ നിമിഷം ഓരോ ഭാരതീയനും നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ്. ഇന്ത്യയെ ഇന്ദുവോളം എത്തിച്ച ഇടത്തിന് പ്രധാനമന്ത്രി ശിവശക്തി പോയിന്റ് എന്ന പേരും നൽകിയിരുന്നു. ചന്ദ്രയാൻ 3ന്റെ വിജയത്തിന് ശേഷം ചന്ദ്രയാൻ 4 ദൗത്യത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട്. ചന്ദ്രനിൽ നിന്ന് മണ്ണും ശിലകളും ഉൾപ്പെടുന്ന സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കുകയാണ് ചന്ദ്രയാൻ 4 ദൗത്യത്തിന്റെ ലക്ഷ്യം. 4ാം ചാന്ദ്ര ദൗത്യം ശിവശക്തി പോയിന്റിൽ നിന്ന് പാറക്കല്ലുകൾ എത്തിക്കാൻ ലക്ഷ്യമിടുന്നുവെന്ന് ഇസ്രോ മേധാവി എസ് സോമനാഥും അറിയിച്ചു. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇത് സാധ്യമാകുമെന്നും അദ്ദേഹം ദേശീയ മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. 2040ഓടെ മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാൻ പദ്ധതിയിടുന്നു. ഇതിന് മുന്നോടിയായി മനുഷ്യനെ ബഹിരാകാശത്തും ചാന്ദ്ര ഭ്രമണപഥത്തിലും എത്തിച്ച് പരീക്ഷണ ദൗത്യങ്ങൾ വിജയകരമാക്കണം. ആളില്ലാ പരീക്ഷണങ്ങൾക്ക് ശേഷം മാത്രമേ മനുഷ്യനെ എത്തിക്കാൻ കഴിയൂ. ഇതിന്റെ ഭാഗമായാണ് ചന്ദ്രോപരിതലത്തിൽ നിന്ന് സാമ്പിളുകൾ ഭൂമിയിൽ എത്തിക്കാൻ പദ്ധതിയിടുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. സാമ്പിളുകൾ എത്തിക്കുന്നത് വഴി സാങ്കേതിക വിദ്യ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നതിൽ വ്യക്തത വരും. എത്ര ഭാരം ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് അറിയാൻ കഴിയും. മനുഷ്യനെ വെച്ച് ഇത്തരം പരീക്ഷണങ്ങൾ ചെയ്യാൻ പരിമിതിയുണ്ടെന്നും ആദ്യ പടി എന്ന വണ്ണമാണ് സാമ്പിളുകൾ എത്തിച്ച് പരീക്ഷിക്കുന്നതെന്നും സോമനാഥ് പറഞ്ഞു. മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാനായി പുത്തൻ റോക്കറ്റുകളും പണിപ്പുരയിലാണെന്നും അദ്ദേഹം അറിയിച്ചു. സൂര്യ എന്നാകും ഇതിന്റെ പേരെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ചന്ദ്രയാൻ 3ന്റെ വിക്രം ലാൻഡറാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത്. വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലം ശിവശക്തി എന്ന പേരിലാണ് അറിയപ്പെടുമെന്ന് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 26-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. IAU വർക്കിംഗ് ഗ്രൂപ്പാണ് വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ ശിവശക്തി എന്ന പേര് അംഗീകരിച്ചത്. പേരിനെ കുറിച്ച് വിശകലനം ചെയ്ത സംഘടന കഴിഞ്ഞ 19-നായിരുന്നു ശിവശക്തി പോയിന്റ് ഔദ്യോഗികമായി അംഗീകരിക്കാൻ തീരുമാനമെടുത്തത്. ശിവൻ ലോകത്തിന്റെ നന്മയുടെ പ്രതീകമാണെന്നും ശക്തി അതിന് കരുത്ത് പകരുന്നുവെന്നും അതിനാൽ ലാൻഡർ ഇറങ്ങിയ ഭാഗം ശിവശക്തി എന്ന് അറിയപ്പെടുമെന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞിരുന്നത്. ചന്ദ്രയാൻ 3 വിജയകരമായതിനാൽ തന്നെ പേടകത്തിന്റെ ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ചന്ദ്രന്റെ പര്യവേക്ഷണം ചെയ്യപ്പെടാത്ത ദക്ഷിണ ധ്രുവത്തിന് സമീപം എത്തുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ 4 രാജ്യങ്ങളിൽ ഒന്നാണ്. 2 വ്യത്യസ്ത പേലോഡുകളുമായി 2 വിക്ഷേപണങ്ങൾ ചന്ദ്രയാൻ 4ന് വേണ്ടി നടത്തും. LM-V3 PSLV റോക്കറ്റുകളിലായിരിക്കും ഇത്. പ്രൊപ്പൽഷൻ മൊഡ്യൂൾ, ലാൻഡിങ്ങിന് വേണ്ടിയുള്ള ഡിസെൻഡർ മൊഡ്യൂൾ, ചന്ദ്രനിൽ നിന്ന് പറന്നുയരുന്നതിനുള്ള അസെൻഡർ മൊഡ്യൂൾ, ഭൂമിയിലേക്ക് തിരിച്ച് യാത്ര ചെയ്യുന്നതിനുള്ള ട്രാൻസ്ഫർ മൊഡ്യൂൾ എന്നിങ്ങനെ 5 മൊഡ്യൂളുകളുള്ള ദൗത്യമാണ് ചന്ദ്രയാൻ 4. ഇക്കാലത്തിൽ സങ്കീർണത ഏറെയാണ്. പരിക്കൻ ഭൂപ്രകൃതിയുള്ള മേഖലയായതിനാൽ കൂടുതൽ കൃത്യതയുള്ള സാങ്കേതിക വിദ്യകൾ ദൗത്യത്തിനായി ഉപയോഗിക്കേണ്ടി വരും. Malayali Warta Plus, like, share and subscribe.